നിങ്ങൾ നിങ്ങളുടെ മക്കളെ മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ടോ? നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിരുന്ന ഒരു ക്രൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പാരിസൺ ആയിരുന്നു അല്ലേ? കാരണം നമ്മളെക്കാട്ടിലും കൂടുതൽ പഠിക്കുന്ന കുട്ടികളെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ പേരൻസ് പറയും, "അവനെ കണ്ടുപഠിക്ക്, അവളെ കണ്ടുപഠിക്ക്, അവളെപ്പോലെ ആവണം, അവനെപ്പോലെ ആകണമെന്ന്." നമ്മുടെയൊക്കെ കാലത്ത് കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് നമുക്കങ്ങനെ വലിയ ഫീലിങ്സ് ഒന്നും വരാറില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്തെ കുട്ടികൾ അവരേറ്റവും ഹേറ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പാരിസൺ ആണ്. എന്റെ വീട്ടിൽ ഞാൻ ഏറ്റവും കമ്പാരിസൺ അനുഭവിച്ചിരുന്നത് എൻ്റെ 2 കസിൻസിനെ വെച്ചിട്ടായിരുന്നു. എൻ്റെ മമ്മി എന്നോട് പറയുമായിരുന്നു, പെൺകുട്ടികളായാൽ കുറച്ച് അടക്കത്തോടും ഒതുക്കത്തോടു കൂടിയൊക്കെ വളരണം. അല്ലാതെ ഇങ്ങനെ ഓടിച്ചാടിയൊന്നും നടക്കരുതെന്ന്. കാരണം ഞാൻ ഇച്ചിരി തുള്ളിച്ചാടി നടക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അല്ലാതെ അങ്ങനെ വലിയ അടക്കവും ഒതുക്കമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ഈ മമ്മി എപ്പോഴും പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഞാനെന്തോ വലിയൊരു തെറ്റാ ചെയ്യുന്നേ. ഞാൻ എത്രയൊക്കെ ശ്രമിച്ചാലും 1, 2 ദിവസമൊക്കെ ഞാൻ അവരെ പോലെ ആവാൻ ശ്രമിക്കും. പക്ഷേ 3ൻ്റെ അന്ന് എന്നിലെ ശരിക്കുള്ള ഞാൻ പുറത്തേക്ക് വരും. ഞാൻ വീണ്ടും പഴയ ഞാനായി തന്നെ കണ്ടിന്യൂ ചെയ്തു. പക്ഷെ മുതിർന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ വീട്ടിലെ നമുക്ക് ആ സ്വാതന്ത്ര്യമേ ഉള്ളൂ. ഓടിച്ചാടി നടക്കാനും ഒച്ചയിടാനും ബഹളം വെക്കാനും ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിലെ സ്വാതന്ത്ര്യമേ ഉള്ളൂ. അപ്പം നമ്മൾക്ക് ലഭിക്കുന്ന നമ്മുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയാൻ മാക്സിമം എൻജോയ് ചെയ്യുക. കാരണം തിരിച്ച് നമുക്ക് ചൈൽഡ്ഹുഡിലേക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല. അപ്പം എന്താണോ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ പേരൻസിൻ്റെ അടുത്ത്, നമ്മുടെ സിബ്ലിങ്സിൻ്റെ അടുത്ത്, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ നമുക്ക് എങ്ങനെയാണ് എൻജോയ് ചെയ്യാൻ പറ്റുക, അത് മാക്സിമം എൻജോയ് ചെയ്യുക. ഒരിക്കൽ എൻ്റെ മോൾ എന്നോട് ചോദിച്ചു, "അമ്മേ, നിങ്ങൾ രണ്ടുപേരും അച്ഛയും അമ്മയും ഞങ്ങളെ മറ്റാരുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്ത് കാണാറില്ലല്ലോ. അവരെ കണ്ടുപിടിക്കുക, ഇവരെ കണ്ടുപിടിക്കുക, അങ്ങനെയൊന്നും പറയാറില്ലല്ലോ. അതെന്തുകൊണ്ടാണെന്ന്?" ചോദിച്ചു. കാരണം മറ്റുള്ളവരൊക്കെ അങ്ങനെ പറയുന്നത് അവൾ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, "ഞങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണിൽ ഏറ്റവും നല്ല കുട്ടികൾ നിങ്ങൾ രണ്ടുപേരുമാണെന്ന്" പറഞ്ഞു. അപ്പോൾ അവൾക്ക് വിശ്വാസം വരാതെ അവൾ എന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, "അതിന് ഞങ്ങൾ അത്ര നല്ല കുട്ടികളൊന്നും അല്ലല്ലോ. ഞങ്ങൾ കുരുത്തക്കേട് കാണിക്കാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആങ്ങളെയും പെങ്ങളും തമ്മിൽ ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടം പോലെ വഴക്കുണ്ടാക്കാറുണ്ട്. പിന്നെ ബഹളം വെക്കാറുണ്ട്, ഒച്ച വെക്കാറുണ്ട്, എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അമ്മ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്" എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, "ഞങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണിൽ നിങ്ങൾ ഏറ്റവും നല്ല കുട്ടികളായതുകൊണ്ട് നിങ്ങൾ 100% പെർഫെക്റ്റ് ആണെന്ന് അർത്ഥമില്ല. പക്ഷെ നിങ്ങൾ കുരുത്തക്കേട് കാണിക്കാറുണ്ട്, വഴക്കുണ്ടാക്കാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലെ ഏറ്റവും നല്ല കുട്ടികൾ നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റാരെയും പോലെ ആവാൻ ശ്രമിക്കണ്ടാന്ന്" ഞാൻ പറഞ്ഞു. നമ്മുടെ മക്കളോട് വേറൊരാളെ പോലെയാകാൻ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കരുത്. പകരം അവരിലെ ഏറ്റവും ബെസ്റ്റായി തീരാൻ അവരോട് പറ. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ മാതാപിതാക്കളുടെ കണ്ണിൽ ഏറ്റവും നല്ല മക്കള് നമ്മുടെ മക്കള് തന്നെയാണ്. അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ്, ഇപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണെന്ന് അവരുടെ മുമ്പിൽ വെച്ച് പറയാതിരിക്കുക. നമ്മൾ പേരൻറ്സ് നമ്മുടെ മക്കളോട് അവരെ കണ്ടുപിടിക്ക്, ഇവരെ പോലെയാക് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മൾ എന്താ പറയുന്നത്? നമ്മുടെ കുട്ടികൾ മറ്റൊരാളായി മാറാൻ, അല്ലെ മറ്റൊരാളെ പോലെയായി തീരാനാണ് പറയുന്നത്. അപ്പം നമ്മുടെ കുട്ടികളെ ഒരിക്കലും മറ്റൊരാളായി മാറാനല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. 100% അവർ പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല. നമ്മളും പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പം അവരെ പോലെ ആവാൻ പഠിപ്പിക്കാതെ അവർക്ക് എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുമാണ് നമ്മൾ പേരൻസ് ശ്രമിക്കേണ്ടത്. ഈവൻ ഒരു കുട്ടിയുടെ സ്വന്തം സ്വഭാവം മാറി സ്വിച്ച് ചെയ്ത് വേറൊരാളായി തീരാൻ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. കുട്ടികളോട് നമ്മൾ റിപ്പീറ്റഡ്ലി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ ഒട്ടും കൊള്ളത്തില്ലാത്തൊരു വ്യക്തിയാണോ? അവരെ പോലെയായി തീരാൻ പറയുന്നത് ഞാൻ ശരിയല്ലാത്തത് കൊണ്ടാണോ? അപ്പം ഞാൻ ഒട്ടും ശരിയല്ലാത്തൊരു വ്യക്തിയാണോ എന്ന് ഓട്ടോമാറ്റിക്കലി മക്കളുടെ മനസ്സിൽ തോന്നും. നമുക്ക് അവരോട് പറയാം, "ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല കുട്ടി നീയാണ്. എൻ്റെ മോനാണ്, അല്ല എൻ്റെ മോളാണെന്ന്." അവർക്ക് ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ എത്ര സന്തോഷമാവുമെന്നറിയോ? അപ്പോൾ അവർ തന്നെ വിചാരിക്കും, അവരുടെ കണ്ണിലെ ഏറ്റവും നല്ല കുട്ടി ഞാനാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് കുറച്ചുകൂടി മാറിക്കൂടാ? അവരെ അനുസരിച്ചുകൂടാ? അവർ പറയുന്നത് കേട്ടുകൂടാ എന്ന്. എൻ്റെ മോളോട് ഞാനിത് പറഞ്ഞപ്പോൾ അവൾ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നു. എന്നിട്ട് അവളുടെ അനിയനോട് പോയി പറയാ, "അമ്മ പറയുക ഏറ്റവും നല്ല മക്കൾ നമ്മളാണെന്ന്." ആക്ച്വലി അവർക്ക് കുരുത്തക്കേടും വഴക്കും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ അവളോട് പറഞ്ഞപ്പോൾ എൻ്റെ മോൾ എത്ര പ്രൗഡായെന്നറിയാമോ? നമ്മളിത് പറയുമ്പോൾ നമ്മുടെ മക്കളെല്ലാവരും അവരെക്കുറിച്ച് ഓർത്ത് പ്രൗഡാകും. നമ്മൾ മാതാപിതാക്കൾക്ക് നമ്മുടെ കണ്ണിലെ ഏറ്റവും നല്ല കുട്ടികൾ നമ്മുടെ മക്കളായിരിക്കണം. അപ്പുറത്തെ കുട്ടിയെപ്പോലെയോ ഇപ്പുറത്തെ കുട്ടിയെപ്പോലെ ആകാൻ പഠിപ്പിക്കാതെ നമ്മുടെ മക്കള് ഏറ്റവും ബെസ്റ്റ്, അവരിലെ ഏറ്റവും ബെസ്റ്റായി തീരാൻ അവരോട് നമുക്ക് പറയാം. അപ്പോൾ ഇനി എല്ലാവരും ഏറ്റവും ബെസ്റ്റ് നമ്മുടെ മക്കളാണെന്ന് പറയുക. അപ്പുറത്തെ വീട്ടിലെയോ ഇപ്പുറത്തെ വീട്ടിലെയോ കുട്ടിയല്ല, നമ്മുടെ മക്കളാണ് ഏറ്റവും ബെസ്റ്റ് ഈ ലോകത്തിൽ. താങ്ക് യു.